മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ ഇത്രയും വലിയൊരു ലൈംഗിക ആരോപണ കേസ് വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ലെന്ന് മാത്രമല്ല 2 വർഷം അത് പൂഴ്ത്തി വെച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ഭാഗത്തു നിന്നും പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും പിണറായി അനുയായികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്വന്തം കാലിലെ മന്ത്, അത്രയും വലിയൊരു മന്ത് മറച്ചു വെച്ചുകൊണ്ട് അന്യന്റെ കാലിലെ ചെറിയ മന്തിന്റെ കണക്കെടുക്കാൻ പോകുന്നതല്ലേ യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ നമ്മുടെ ചീഫ് സെക്രട്ടറിക്കെതിരായ ആരോപണം എന്ന് പറയുന്നത് വളരെ വളരെ ഇന്റൻസ് ആയുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് വായിക്കാം. 2 വർഷം മുമ്പാണ് ജയതിലകിനെതിരെ പീഡനവും ലൈംഗിക വൈകൃതവും ആരോപിച്ച യുവതി പരാതി നൽകുന്നത്. 2 വർഷം ഈ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പരാതി അയച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടു ഈ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ്. അത് ദ്രുതഗതിയിലാണ് അതിന് നടപടി ഉണ്ടായത്. അപ്പോൾ ഈ 2 വർഷത്തെ കാലതാമസം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, പരാതിക്കാരന്റെ സ്റ്റാർഡമാണോ ഇവിടെ വിഷയം, അല്ലെങ്കിൽ പരാതിക്കാരന്റെ രാഷ്ട്രീയമാണോ ഇവിടെ വിഷയം എന്നുള്ളത് സാധാരണ മനുഷ്യൻ ചോദിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ആ സമയത്ത് അദ്ദേഹം ധനവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ്. ആ സമയത്താണ് ഇത്രയും ഗൗരവമായ വിഷയമായിട്ടും FIR രജിസ്റ്റർ ചെയ്യാനോ നടപടിയെടുക്കാനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അന്ന് അയാൾ ധനവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ആണെങ്കിൽ ഇന്ന് അയാൾ നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ്. ആ പരാതി ലഭിച്ചതിന് ശേഷമാണ് ഇതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സ്ത്രീ പീഡന പരാതി നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യണം, അതിൽ നടപടിയെടുക്കണം എന്നുള്ളത് ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമമാണ്. പക്ഷെ അതിന് പുല്ലുവിലയാണ് കൊടുത്തിട്ടുള്ളത്. 2 വർഷമായി ആ വ്യക്തി പരാതി കൊടുത്തിട്ട്. ഇതിനു പുറമെ നിരവധി വനിതാ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തില്. ഇതിലുള്ള പരാതി പറയുന്നത് ഇങ്ങനെയാണ്: ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുന്നു, എന്നിട്ട് അപമര്യാദയായി പെരുമാറുന്നു, അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു, അതും വിവാഹമോചിതരായ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, അവർക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം പദവികളിൽ ഇരിക്കുന്ന ഈ മനുഷ്യർക്കൊക്കെ എന്താണ് പ്രശ്നം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതായത് നമുക്കറിയാം, ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, അധികാരം കയ്യിൽ കിട്ടിയാൽ തനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസം. തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, തനിക്ക് അഴിഞ്ഞാടാൻ കിട്ടിയ ഒരു അവസരമാണ് ഈ ഒരു അധികാരം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇപ്പൊ. അതെ, കീഴുദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുന്നത് എത്രത്തോളം വികൃതമായ സ്വഭാവമാണെന്ന് ആലോചിക്കണം. ഈ ജയതിലകിനെതിരെ ഛത്തീസ്ഗഡില് പോക്സോ കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. അല്ല, ഒന്ന് ആലോചിക്കണം. നമുക്ക് ഈ നമ്മൾ ആലോചിക്കണം, നമ്മൾ പിണറായി വിജയനെ അല്ലെങ്കിൽ ആ ഒരു സർക്കാരിനെയാണ് നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്കൊരു മറ്റൊരു രാജ്യത്തേക്ക് പോകണം. നമ്മൾ കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പോകുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് PCC ക്ലിയറൻസ് വേണം. അപ്പോ ചീഫ് സെക്രട്ടറി ആകാൻ ഈ പറഞ്ഞ PCC ക്ലിയറൻസ് വേണ്ടേ? ഈ പോക്സോ കേസ് നിലവിൽ നിൽക്കുന്ന ഒരു കേസ് ഇദ്ദേഹത്തിനുണ്ട്, ഛത്തീസ്ഗഡിലെ പോക്സോ കേസ്. അദ്ദേഹത്തിന് ഇപ്പൊ നമുക്കറിയാം, പിണറായി സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ LDF പാർട്ടിയിലെ ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ ആളുകൾ പീഡന പരാതിയുമായി മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന തെറ്റാണ് എന്ന് തെളിയിക്കുകയും അല്ലെങ്കിൽ തെളിവുകളെല്ലാം അവർക്കെതിരെ വന്നിട്ടും ഇന്നും MLA ആയിട്ടും മന്ത്രിയായിട്ടും തുടരുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു LDF മുന്നണിയിലുണ്ട് എന്നുള്ളതാണ്. അത് മന്ത്രിസഭയിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്ന അല്ലെങ്കിൽ നിയമസഭയിൽ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് LDF അല്ലെങ്കിൽ CPM. പ്രധാനമായും CPM എന്ന് എടുത്ത് പറയേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. CPM ആണ്, എന്ത് തെറ്റ് ചെയ്താലും ചേർത്ത് പിടിച്ചുകൊണ്ട് അതൊക്കെ, അതായത് CPM പാർട്ടിക്കകത്തുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാണ്. തങ്ങൾ എന്ത് ചെയ്താലും പാർട്ടി തങ്ങളെ ചേർത്ത് പിടിക്കും. തങ്ങളുടെ ഭാഗത്ത് സ്വർണം കെട്ടിട്ടാണെങ്കിലും പെണ്ണ് കേസിലാണെങ്കിലും അവരെ സംരക്ഷിക്കുമ്പോൾ കൊലപാതകമാണെങ്കിൽ പോലും നമ്മൾ കണ്ടിരുന്നു, കണ്ണൂരൊക്കെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസ് ജീപ്പിന് നേരെ ബോംബ് എറിഞ്ഞ വ്യക്തി സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ പല CPM നേതാക്കളും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലാവുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കേസുകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരു പോലീസ് ജീപ്പിനെതിരെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ബോംബ് എറിയുന്നത് വെറും നിസ്സാരവൽക്കരിച്ചു കൊണ്ടുപോകുന്ന CPM-കാരെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു രീതിയിലാണ് CPM പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ പോലും ജയതിലകിനെതിരെ പോക്സോ കേസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ തുടക്കത്തിൽ പറയുന്നത് പോലെ എവിടെയാണോ ഇരുന്നിരുന്നത് അതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ടേ ഉള്ളൂ ഈ ഒരു കേസിന് ശേഷവും. അതായത് ഇപ്പോ 2 വർഷം ആ സ്ത്രീക്ക് എന്ത് നീതിയാണ് കിട്ടിയിരുന്നത്? കീഴ് ജീവനക്കാരോട്
അപമര്യാദയായി പെരുമാറിയ ഒരു വ്യക്തിക്ക് കീഴിൽ വീണ്ടും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ചിന്തിക്കണം. ഇപ്പൊ അതിജീവിതമാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കടമയാണ്. അത് സർക്കാർ മറ്റുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം ആൾക്കാരുടെ കാര്യത്തിൽ അത് ചെയ്യുന്നില്ല, മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു, ദിലീപിന് തൊട്ട് മുൻപ് വരെയുള്ളവരെല്ലാം നിരപരാധികളാണ്, ദിലീപിന് ശേഷമുള്ളവരെല്ലാം കുറ്റവിമുക്തരാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ 8ാം പ്രതി മാത്രം തെറ്റുകാരനല്ല, ബാക്കി 9ഉം 10ഉം തെറ്റുകാരനാണ് എന്നുള്ള വാർത്തകൾ വരുമോ എന്നും അറിയില്ല. ആ ഒരു രീതിയിലാണ് അവൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സംശയമാണ്. വാക്കാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണ്, അല്ലെങ്കിൽ നീതി അവൾക്ക് നമ്മൾ നേടിക്കൊടുക്കും എന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷെ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണമെന്നുള്ളതാണ്. CPM പാർട്ടിക്കകത്ത് ആരാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ്? ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇത്തരത്തിൽ ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കിട്ടിയ ഒരു കേസായിരുന്നു. അതിന് പിന്നാലെ ഇത്രയും പെട്ടെന്ന് പോലീസുകാർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അന്വേഷിക്കുന്നതായിട്ട് കാണിക്കുന്നത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇന്നും ഇരുട്ടിൽ തന്നെയാണ്. കാരണം ഇത്രയും 15 ദിവസം ഒളിവിൽ പോയിട്ടും രാഹുലിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അയാൾ നെഞ്ചും വിരിച്ച് പാലക്കാട് വന്നപ്പോൾ സൈഡില് പോലീസ് നിൽപ്പുണ്ട്. എന്തൊരു ദുർഭാഗ്യകരമായ കാര്യമാണെന്ന് ചിന്തിക്കണം. തിരിച്ച് ഇടതുപക്ഷത്തിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പീഡന പരാതികൾ, AK ശശീന്ദ്രൻ മിനിസ്റ്ററാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഗാർഹിക പീഡന പരാതി കൊടുത്ത ഗണേഷ് കുമാർ ഇപ്പൊ മിനിസ്റ്റർ അല്ലേ. ഇത്തരത്തിൽ എത്ര പേരാണ്, പോട്ടെ പോലീസ് സേനയിൽ തന്നെ പരാതി കൊടുക്കാൻ വന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ പരാതിക്കാരി കൊടുത്ത കേസിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു, പീഡിപ്പിക്കുന്നു, കേസ് എടുക്കാതെ പറഞ്ഞുവിടുന്നു. പ്രവർത്തനത്തിൽ പിടിക്കപ്പെട്ട പ്രതികളെ നമ്മൾ പല ട്രാൻസ്ജെൻഡർ സെക്സ് വർക്കേഴ്സിന്റെ ഒക്കെ നമ്മൾ ബൈറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് നമ്മളെ പോലീസുകാരാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ ഈ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഈ ജയതിലകിനെതിരെ ഇതിന് ഇനിയും നടപടി ഉണ്ടാകില്ലേ? ഇപ്പോഴും നമ്മൾ എല്ലാ കാലത്തും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, നമ്മൾ ചോദ്യം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി ഉത്തരം തരില്ല. സ്വർണ്ണക്കൊള്ള പോലുള്ള കാര്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം തരില്ല, രീതിയിലും മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഇത്രയും ദിവസം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, മുഖ്യമന്ത്രി ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയില്ല. എന്നാൽ നമുക്കറിയാം അത്രത്തോളം പ്രതികാരം, എടോ വിജയ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പ്രതികാരം ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിലുണ്ടാകുമെന്നുള്ളത് അദ്ദേഹത്തെ നമുക്ക് അറിയുന്നത് കൊണ്ട്, ഇത്രയും നാളത്തെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് ഇതൊന്നും പൊറുക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നിട്ടും നല്ലൊരു അവസരം വീണ് കിട്ടിയിട്ടും അതിന് ഉപയോഗപ്പെടുത്താതിരുന്നെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഒരു ഗൂഢ ലക്ഷ്യം അല്ലെങ്കിൽ ഗൂഢ കാരണമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക്. കാരണം 15 ദിവസം ഈ വിഷയം കത്തി നിൽക്കണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ആവശ്യം തന്നെയായിരുന്നു. സ്വർണ്ണക്കൊള്ള വീണ്ടും ജനങ്ങൾ പൊക്കാൻ പാടില്ലല്ലോ. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് രാഹുലിനെതിരെ രാഹുലിന് രണ്ട് പരാതിക്കും മുൻകൂർ ജാമ്യം കിട്ടിയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമ്മുടെ സർക്കാർ, CPM സർക്കാർ പ്രതീക്ഷിച്ചു പോലും അല്ലായിരുന്നെങ്കിൽ ഇലക്ഷന്റെ തലേ ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നിരിക്കണം നമ്മൾ കാണേണ്ടിയിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ജയതിലകിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇത്രയും നാളായിട്ടും അത് യാതൊരു രീതിയിലുള്ള നീക്കുപോക്കും നടത്തിയില്ല. ആരും അറിയാതെ അല്ലെങ്കിൽ ഇരു ചെവി അറിയാതെ ഇത് മൂടി വെക്കാൻ സാധിച്ചുവെങ്കിൽ അത് ഈ ഒരു ജയതിലക് എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റേതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ കൊണ്ട്. നമുക്കറിയാം പത്മകുമാറിനെ എന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്ന് പറയുന്നു. അതിന് പിന്നിലെ കാരണം, ഇനി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ പിന്നീട് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്നത് എന്താണോ അത് ചിലപ്പോൾ ചില ഉന്നതർക്ക് ഒരു തിരിച്ചടി അയക്കാം എന്നുള്ളൊരു ഭയം. ആ ഒരു ഭയം തന്നെ ആയിരിക്കണം ജയതിലകിനെതിരെയും ഇന്നും മൗനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയനാണെങ്കിലും CPM സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതെ, ഇതിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീ പീഡകർ ഒരിക്കലും ഒരു അധികാര പദവിയിലും ഇരിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അത് പോലീസ് സേന ആയിക്കോട്ടെ, മറ്റ് ഡിപ്ലോമാറ്റിക് ഏത് പദവിയിൽ ഇരിക്കുകയാണെങ്കിലും സ്ത്രീ പീഡകരെ കൂട്ടുനിൽത്തരുത് എന്നുള്ളത് എല്ലാ സംഘടനകളും. ഇപ്പൊ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് കർശനമായിട്ടുള്ള നിലപാടെടുത്തു. അദ്ദേഹത്തെ പുറത്താക്കുന്ന തരത്തില് ഇപ്പോൾ 2024 ഡിസംബർ 4 അദ്ദേഹം MLA ആയെങ്കിൽ പാർട്ടിയിൽ നിന്ന് വരെ ഈ വർഷം പുറത്താക്കിയ ഒരു സംഘടനയാണ്. ജയതിലകിനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു കേസ് ശരിക്കും യഥാർത്ഥത്തിൽ ഗുണം ചെയ്തിരിക്കുന്നത് വലിയ രീതിയിൽ കോൺഗ്രസിന് തന്നെയാണ്. കാരണം അവർ ഇത്രയും ദ്രുതഗതിയിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ആ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ CPM ഇത്തരത്തിലൊരു കേസ് 2 വർഷം മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അത് അനുകൂലമായി മാറുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് വലിയൊരു ഗുണം ചെയ്യുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ വൈകിപ്പോയി. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപാണ് വന്നിരുന്നതെങ്കിൽ ഇതും ഈ ഒരു തദ്ദേശത്തിൽ വലിയ രീതിയിൽ അലയടിക്കുമായിരുന്നു. ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇനി നമുക്ക് കണ്ടറിയാം ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും തുടർ ഭരണം കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്.